ഗവർണർ രാജേന്ദ്ര വിശ്വനാഥിന്റെ ആദ്യത്തെ നയപ്രഖ്യാപനത്തിൽ നമ്മളുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കുട്ടികളുടെ ക്ലാസ്സുകൾ പോകില്ലേ? അതേപോലെ തന്നെ അവർ 3 ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന പേരൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? തന്നെ വീട്ടിൽ വിട്ടിട്ട് പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്, കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പം നമുക്കത് എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും, അതല്ലേ എങ്ങനെ അത് നമുക്ക് നോക്കി കാണാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഉള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താൻ, കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം ഒരു പരിധി വരെ ഈ ആർത്തവാവധി നല്ലതാണ്. പക്ഷെ ഒരു ക്ലാസ്സിൽ ഒരു ഓൾ സ്ട്രെങ്ത് ഉള്ള ഒരു 60 അല്ലെങ്കിൽ 40-50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ പിന്നെ ഇങ്ങനെ എല്ലാവരും കൂട്ടത്തോടു കൂടി ലീവ് എടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയ പാഠം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചറിന് പഠിപ്പിക്കാൻ പറ്റില്ല. ഇത്ര 10 കുട്ടികൾ ആബ്സെൻ്റ് ആണെങ്കിൽ ഒരു 5 കുട്ടികൾ ആബ്സെൻ്റ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരു ഘട്ടം, അങ്ങനെ ഒരു രീതി വന്നാൽ ടീച്ചറിന് പുതിയ പാഠം. അപ്പോൾ എല്ലാ ദിവസവും മാറി മാറി സൈക്കിൾ പോലെ 28-30 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സൈക്കിൾ പ്രക്രിയയാണ് നമ്മുടെ പീരീഡ്സ് എന്ന് പറയുന്നത്. മെൻസ്ട്രൽ ടൈമിലെ കുട്ടികൾക്ക് വളരെ സഫർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രം നേരത്തെയും അങ്ങനെ വരാതിരിക്കുന്ന കുട്ടികൾ സ്കൂളിലുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ലീവ് എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ആർത്തവധിയാണ്, ഞങ്ങൾക്ക് വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞ് മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന മടിച്ചുകളുമായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കൂളിലെ ടീച്ചേഴ്സിനത് ഒരു ബുദ്ധിമുട്ടായി തീരും. കാരണം അവർക്ക് പാഠങ്ങൾ കവർ ചെയ്യണം, നമുക്ക് കുറേ ജോലികളുണ്ട്. അപ്പം ടീച്ചേഴ്സിന് വൻ ഭാരമായിട്ട് ഇപ്പോൾ പഠിപ്പിച്ചത് എടുത്ത ദിവസം ക്ലാസ് ഇന്നിപ്പോൾ ടീച്ചർ മനസ്സിൽ വിചാരിക്കാം നാളെ പുതിയ പാഠം സെക്കൻഡ് ലെസൺ എടുക്കണം അല്ലെങ്കിൽ അടുത്ത ലെസൺ എടുക്കണം എന്ന് വിചാരിച്ച് ക്ലാസ്സിൽ പോകുമ്പോൾ 10 കുട്ടികൾ ഒന്നിച്ച് ലീവാണ്. ടീച്ചർ എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും? ടീച്ചറിന് ആ പുതിയ പാഠം എങ്ങനെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. മാത്രവുമല്ല, പിന്നെ ഞാൻ 2-3 വീഡിയോ കണ്ടു. ഇത് ലോകം മൊത്തം അറിയുകയാണ്, ലോകം മൊത്തം ആൾക്കാർ കാണുകയാണ്, ക്ലാസ്സിൽ ആൺകുട്ടികൾ കാണുകയാണ്. സത്യത്തിൽ 90-95% ആൺകുട്ടികൾക്കും ഇപ്പം ഇതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല അവബോധം ഉള്ളതാണ്. ആർക്കാ ഒന്നും അറിയാൻ വയ്യ. നമ്മുടെ പ്രായത്തിലുള്ള ഞങ്ങളുടെ ഇപ്പം എൻ്റെയൊക്കെ ഒരു സമയത്ത് എനിക്ക് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് നമുക്കൊക്കെ പീരീഡ്സ് ആയത്. ഇപ്പോഴത്തെ കുട്ടികൾക്കോ 10 വയസ്സാകുന്ന 5ൽ പഠിക്കുന്ന 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വരെ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റം തന്നെയാണ് ഒരു പരിധി വരെ. പിന്നെ അതുപോലെ ബ്രോയിലർ ചിക്കൻ മാത്രമല്ല, എല്ലാ കുട്ടികളുടെ ശരീരഘടന ഒരുപോലെയല്ല. പല കുട്ടികൾക്കും പല രീതിയിലുള്ള ശരീരഘടനയാണ്. മാത്രവുമല്ല അവരനുഭവിക്കുന്ന വേദനയും, ഒരാൾക്കിപ്പം വയറുവേദനയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് തലവേദനയായിരിക്കും, ചിലർക്ക് ഛർദിലായിരിക്കും, ചിലർക്ക് ഭയങ്കര നടുവറച്ചിലായിരിക്കും. പിന്നെ മാത്രമല്ല ചിലർക്ക് ഭയങ്കര തളർച്ചയായിരിക്കും. ഇതൊന്നുമില്ലാത്ത ആൾക്കാർ ഭയങ്കര തളർന്ന് ചുരുണ്ടുകൂടി വേദന സഹിക്കാൻ വയ്യ ചുരുണ്ടുകൂടി കിടക്കുന്ന കുട്ടികളുണ്ടാകും. ഇതിപ്പോൾ സ്കൂളുകളിൽ വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് വയ്യാഴിക വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേരൻസിനെ വിളിക്കും, പേരൻസ് വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ആ ക്ലാസ്സിൽ ആൺകുട്ടികൾ കാണത്തില്ലേ? ആ കാര്യത്തിലൊരു ആ കാര്യത്തോടെ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ആൺകുട്ടികൾ അറിയത്തില്ല, നാട്ടുകാരറിയത്തില്ല. ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നത് ആരറിയാനാ? അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടി വന്നില്ലെങ്കിൽ ഈ നാട് മൊത്തം അറിയോ? ഇല്ല, ഈ നാടും അറിയില്ല, ആ ക്ലാസ്സിലെ കുട്ടികൾ, ആ ക്ലാസ്സിലെ ടീച്ചർ, ആരും അത്ര ബോധർ ചെയ്യുന്നില്ല. ഇന്ന ആൾ വന്നില്ല പറഞ്ഞിട്ട് നോക്കുന്ന കാലമൊന്നുമില്ല. ഇപ്പം ആരും നോക്കിയിരിക്കുന്ന കാലമൊന്നുമല്ല. അപ്പം അതൊന്നും കുട്ടി കോഴിച്ചുകൊണ്ട് ഇന്ന സ്കൂളിലെ ഇന്ന കുട്ടികൾ ഹാജരാണ് എന്ന് പറഞ്ഞ് നാട് മൊത്തം അറിയുന്നില്ല. ഇത് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി സഹിച്ച് സഹനത്തിലൂടെ ഒക്കെ വന്നത് ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർ മാത്രമാണ്. ഇപ്പോഴത്തെ ആൾക്കാർ അതേപോലെ സഹിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നിയമങ്ങൾ മാറി വരികയാണ്, കാലഘട്ടം മാറി വരികയാണ്, നമ്മുടെ ഫുഡ് പാറ്റേൺ മാറി വരികയാണ്, നമ്മളുടെ ചിന്തകൾ മാറി വരികയാണ്. എല്ലാത്തിനും മാറ്റമുണ്ട്. നേരത്തെ സാധാരണ നമ്മൾ സ്ലേറ്റിലും ഓലയിലും ഒക്കെ അതേപോലെ തന്നെ മണ്ണിലും ഒക്കെ എഴുതി പഠിച്ചിരുന്ന രീതിയാണോ ഇന്നിപ്പം അക്ഷരങ്ങൾ പഠിക്കുന്നത്? അല്ല. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ, അത് കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ യുഗം വന്നു. കമ്പ്യൂട്ടറുമാണെങ്കിൽ ഇപ്പോൾ AI ആണ്. അത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികളുടെ തോട്ട് പ്രോസസ്സിങ്ങും അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ എൻ്റെ ഡിഫറെൻ്റ് തന്നെയാണ്. അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ അധിക വർഷമാകുന്നതിന് മുൻപെയാണ് ഞാൻ NCCയുടെ ട്രെയിനിങ്ങിന് ഗോളിയാറിൽ പോയത്. ആ സമയത്ത് ഞാൻ അനുഭവിച്ച വേദന, എന്താ പറയുക, അതും സിസേറിയൻ കഴിഞ്ഞിട്ട് ഇന്നും എനിക്കത് ഓർക്കുമ്പം അത് ആ ഒരു കാലഘട്ടമാണ്. NCC ട്രെയിനിങ് 3 മാസം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ വന്നത്.
ആ സമയത്ത് പിന്നെ പിന്നെ എന്താ പറയുക ക്ലൈംബിങ് റോപ്പിലൂടെ ഒക്കെ, അതായത് മല കയറാനും ഒക്കെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത്രയും ടഫ് ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്കിതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, അത്രയും റിസ്ക് എടുക്കില്ല കുട്ടികൾ. അത്രയും ഇതായിട്ടുള്ള കുട്ടികൾ മാത്രമേ ആ റിസ്ക് ഒക്കെ എടുക്കുകയുള്ളൂ, അതിന് ആദ്യം മുതൽ എയിം ചെയ്ത് വരുന്ന കുട്ടികൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനൊരു പ്രഖ്യാപനം കൊണ്ടുവന്നത് തന്നെ കുട്ടികളിലെ അവർക്കൊരു കോൺഫിഡൻസ് വരികയാണ്. കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് വളരെ നല്ല ധാരണയുള്ള കുട്ടികളാണ്. പഴയ കാലത്ത് ആരെന്ത് വിചാരിക്കും, മറ്റവരെന്ന് നോക്കിയോ, അല്ലെങ്കിൽ അമ്മ അടുത്ത വീട്ടിലെ ചേച്ചി എന്ത് പറയും, ഇന്നൊന്നും അങ്ങനെ ഒന്നും നോക്കുകയും പറയുകയൊന്നും ചെയ്യില്ല. അവർക്ക് അവരുടെ നിയമങ്ങളെക്കുറിച്ചും അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും അവരുടെ ആഹാര രീതിയെക്കുറിച്ചും എല്ലാം അവർക്ക് അവർ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അല്ലാത്ത ഒരു കുട്ടികളൊന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾ. കരുതലോടെ കൈത്താങ്ങാകുന്നു എന്ന് വേണം ഈ ഗവൺമെന്റിനെ വിശേഷിപ്പിക്കാൻ. കാരണം കുട്ടികൾക്ക് വളരെ സന്തോഷമാകും അങ്ങനെയുള്ള കുട്ടികൾക്ക്. കാരണം ലീവ് എടുക്കുന്ന കുട്ടികൾക്ക്, കാരണം അവർക്കത് ആബ്സെന്റ് ആയി പോകുന്നില്ലല്ലോ, അവർക്കത് പ്രസന്റ് ഇടും. അതാണ്. നേരത്തെ അവർക്ക് അങ്ങനെ 3 ദിവസം ഇരിക്കാനൊന്നുമില്ല. അപ്പം അത് 2-3 ദിവസം എന്തുമാത്രം അതിന്റെ വേദനയുടെ തീഷ്ണത അനുസരിച്ചിട്ട് അവർ ലീവ് എടുക്കാറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പോംവഴി ടീച്ചേഴ്സ് തന്നെ കണ്ടെത്തും, അല്ലെങ്കിൽ ഗവൺമെന്റ് കണ്ടെത്തി പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അതാണ് പറയാനുള്ളത്. പിന്നെ ബാക്കി പിന്നെ നമ്മളിപ്പോൾ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഗർഭം ധരിച്ചു, അത് നമ്മൾ ഈ പുറത്ത് പറയും 2 മാസം പറയുന്നില്ല, ഒരു 5 മാസം വരെ പറയുന്നില്ല. 6 മാസം മുതൽ പുറത്ത് വരും ഈ സാധനം, വയറ് പുറത്ത് വരും. പുറത്ത് വരികയും ചെയ്യും, നാട്ടുകാർ കാണുകയും ചെയ്യും. ഗർഭിണിയാണെന്നുള്ളത് ആരാ കാണാത്തത്? അത് പണ്ട് ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ മേൽമുണ്ടൊക്കെ ഇട്ട് വളരെ ഒതുങ്ങി പുറത്തോട്ടൊന്നും അധികം വരാൻ ഭയങ്കര നാണക്കേടായിരുന്നു നമ്മുടെ വയറ് കാണിക്കാൻ. ഇപ്പൊ അങ്ങനെയാണോ? ബേബി ഷവർ പോലുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? പിന്നെ വയർ മൊത്തം വെളിയിൽ കാണിച്ച് ഉമ്മയും കൊടുത്ത്. അപ്പം കാലഘട്ടം മാറിയതിനനുസരിച്ച് ആൾക്കാരിൽ മാറ്റം വന്നു. അതേപോലെ തന്നെ അതിനേക്കാളും വലിയ കാര്യമല്ല ഈ ആർത്തവം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ബേബി ഷവറൊക്കെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ വയറൊക്കെ കാണിച്ച് അതിനേക്കാൾ വലുത് ഒരു മോശമാണ് ആർത്തവം തോന്നുന്നില്ല. മാത്രവുമല്ല, പെൺകുട്ടിയാണ് എന്നുള്ളത് തിരിച്ചറിയുക, അതിനുശേഷം അവളൊരു പിന്നെ എന്താ പറയുക ഒരു അമ്മയാകുക, അതേപോലെ മുളിയൂട്ടുക, പിന്നെ പല പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിക്ക് അതൊരു വലിയ പ്രൗഡായിട്ട്, പെൺകുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു അംഗീകാരം തന്നെ വേണം പറയാനായിട്ട്. ഒരു സ്ത്രീക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ വരാത്ത ദിവസങ്ങളിലെ പാഠഭാഗം എങ്ങനെ പഠിക്കും എന്നുള്ളത് അവർക്കൊരു ആകുലതയും വേവലാതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിഷയം വേണ്ടപ്പെട്ട അധികാരികൾ തന്നെ അതിനൊരു സൊല്യൂഷൻ പറയുകയും പിന്നെ എന്താണത് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് കൂടി ആലോചിച്ചിട്ട് അതിന് പെട്ടെന്ന് തന്നെ അതിനൊരു മറുപടി കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ കുട്ടികളും ലീവ് എടുക്കണം. ടീച്ചേഴ്സിനൊക്കെ അറിയാമല്ലോ ഇന്നാൾ ഇന്നതുകൊണ്ടാണ് ലീവ് എടുക്കുന്നത്. പിന്നെ വീട്ടിലെ പേരൻസിന് വളരെ കറക്റ്റായിട്ട് അറിയാം വെറുതെ ലീവ് എടുത്തിട്ട് വീട്ടിൽ ഇരിക്കുകയാണെന്ന്. അപ്പോൾ ടീച്ചേഴ്സിനോട് അവർ വിളിച്ചു പറയും. 98% കുട്ടികളും അങ്ങനെ കള്ളത്തരം പറഞ്ഞ് വീട്ടിലിരിക്കാൻ അവർക്ക് ഇഷ്ടമല്ല, സ്കൂളിൽ വരാൻ തന്നെയാണ് ഇഷ്ടം എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കുട്ടികളിൽ മാറി വരുന്ന ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ, കൂടുതൽ പ്രശ്നങ്ങൾ, ഫുഡ് ഹാബിറ്റ്സ്, അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദം, ഹോർമോൺ ഇംബാലൻസ്, തൈറോയിഡ്, അതേപോലെ ഭയങ്കര ഫാറ്റി ആകുക, പിന്നെ പെട്ടെന്ന് നരയ്ക്കുക, ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്നതാണ്. പിന്നെ ഭയങ്കര ക്ഷീണം, ടയേർഡ്നെസ്, ഭയങ്കര ഇപ്പോൾ 2 പീരീഡൊക്കെ കഴിയുമ്പോൾ, ഞാൻ ടീച്ചർ ആയതുകൊണ്ട് ഞാൻ പറയാം, 2 പീരീഡൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് ഭയങ്കര ക്ഷീണം, പെട്ടെന്ന് ബെഞ്ചിൽ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ അങ്ങ് കിടക്കും. ചില കുട്ടികൾ പ്രോപ്പറായിട്ട് രാവിലെ ഫുഡ് കഴിക്കാതെ വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവരെ പെട്ടെന്ന് ഈ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഈ പീരീഡ്സൊക്കെ ആകുമ്പോഴത്തേക്കിനും അവർക്ക് അത് ശരീരത്തിന് ഭയങ്കര ക്ഷീണാവസ്ഥയിലേക്ക് അവരെ കൊണ്ടു നയിക്കും. അപ്പോൾ അത് പേരൻസും അതുപോലെ തന്നെ ഇപ്പോൾ ടീച്ചേഴ്സ്, ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ ടീച്ചർ അവൾ കഴിച്ചില്ല, അപ്പോൾ നമ്മൾ പറയും പോയി അങ്ങനെ കഴിക്കാതിരിക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ വീട്ടിലെ പേരൻസ് കൂടി അവരെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിമുക്തിയാകാൻ പറ്റും. നമ്മുടെ ഈ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയൊക്കെ വീട്ടിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനൊരു അവധി ഉണ്ടായാൽ നന്നായിരിക്കും. അത് എല്ലാ കുട്ടികളെയും ഉദ്ദേശിച്ചിട്ടല്ല. ഈ പ്രശ്നങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം ആ കുട്ടികൾ പിന്നെ ആ ബുദ്ധിമുട്ട് പോയി കഴിഞ്ഞാൽ തന്നെ 3 ദിവസം തന്നെ ഇപ്പോൾ അവധി എടുത്തിരിക്കണമെന്നില്ല. അപ്പം ഒരു ദിവസം ആദ്യത്തെ ഭയങ്കര പെയിനും അടിവയറ്റിൽ വേദനയും, അതേപോലെ ഭയങ്കര എന്താ പറയുക വൊമിറ്റിംഗ് ഒക്കെ വരുന്ന കുട്ടികൾക്ക് ഒരു ദിവസം ലീവ് കഴിഞ്ഞു അടുത്ത ദിവസം മുതൽ സ്കൂളിൽ വരാൻ പറ്റുമെങ്കിൽ അവർക്ക് വരാം, കുഴപ്പമൊന്നുമില്ല.
വരുന്നതിന് കുഴപ്പമില്ല. 3 ദിവസം ഗവൺമെന്റ് പറഞ്ഞു 3 ദിവസം തന്നെ വീട്ടിലിരിക്കണം എന്നില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ സ്കൂളുകളിൽ ചെയ്യാൻ പറ്റും, പീരീഡ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്കൂളുകളിൽ ചെയ്യാൻ പറ്റും, അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടി വളരെ നല്ല സൗകര്യമായിരിക്കും, കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അധ്യയന ദിവസങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാക്സിമം ഉപയോഗിക്കുക. നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ മാത്രം റെസ്റ്റ് എടുക്കുക. ആ അവകാശങ്ങളെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടികൾ പോകാതിരിക്കുക. പിന്നെ നമ്മളത് ഒരിക്കലും അവകാശങ്ങളെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് പുതിയ പുതിയ നല്ല കാര്യങ്ങൾ ഗവൺമെൻറ് അറിഞ്ഞു തരുമ്പോൾ നമ്മളതിനെ മിസ്യൂസ് ചെയ്യാതെ പരമാവധി നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു വിഷയത്തിൽ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഇതാണ്. പിന്നെ കുട്ടികളെ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് ജെൻഡർ തിരിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആൺകുട്ടികൾ എന്ത് വിചാരിക്കും, ആൺകുട്ടികൾക്ക് ഇതെല്ലാം അറിയാം. എല്ലാ ആൺകുട്ടികൾക്കും എല്ലാം അറിയാവുന്ന ആൺകുട്ടികളാണ്. ഞാൻ NCCയിലായിരുന്ന സമയത്ത് എനിക്ക് കുട്ടികളെ കുറച്ചും കൂടി അടുത്തറിയാൻ, ഒരു 100 കുട്ടികളെ ഒരു വർഷം അടുത്തറിയാൻ പറ്റും. ക്ലാസ് ടീച്ചേഴ്സിനൊക്കെ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പീരീഡ് വേറെ ക്ലാസ്സിൽ പോകണം. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് കുട്ടികളെ കുറേ സമയം എൻ്റെ അടുത്ത് കിട്ടും. പിന്നെ എന്താ പറയുക, അവരുടെ മനസ്സിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അവരെ കുറച്ചുകൂടി നമുക്ക് അടുത്തറിയാൻ പറ്റും. അവരനുഭവിക്കുന്ന മാനസിക വിഷമം, അതേപോലെ തന്നെ അവരുടെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, വൈകാരിക പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അവർ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുകയും ചെയ്യും. ആദ്യമായിട്ട് എന്ത് നടപ്പിലാക്കി, എന്ത് പ്രഖ്യാപനം വന്നാലും അതിൻ്റെ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. നമ്മൾ പോസിറ്റീവ് മാത്രം കണ്ടാൽ മതി. ഇതിനകത്തിൽ ഇപ്പോൾ കുട്ടികൾക്ക് പ്രഖ്യാപനം നടത്തിയിട്ട് അത് വേണ്ടാന്നുള്ള രീതിയിലേക്ക് ആക്കരുത്. കാരണം അതിൻ്റെ ഉപഭോക്താക്കൾ കുറച്ച് പേരുണ്ട്. അവർക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പ്രയോജനമാകട്ടെ. അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെയാണ് പിന്നെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുമെന്ന് വിചാരിക്കുകയും വേണ്ട. അങ്ങനെ ലീവ് എടുക്കുകയില്ല. കുട്ടികളെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ അടുത്തറിയാവുന്നതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ക്ലാസ് മിസ് ചെയ്യുന്നതും അതേപോലെ പാഠഭാഗങ്ങൾ മിസ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് വിഷമമുള്ള കാര്യമാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു പ്രഖ്യാപനം വളരെ എല്ലാ കുട്ടികളോടാണ് പറയുന്നത്, എല്ലാ കുട്ടികളും വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. വളരെ അത്യാവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ ലീവ് എടുക്കുകയും അത് മാറിയതിനു ശേഷം സ്കൂളുകളിലേക്ക് വരാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.